ഇന്നത്തെ കുക്കിംഗ് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയാ ആണോ? അപ്പോൾ വരത്തില്ല? എന്തിനാ ഇങ്ങനെ കാവല് കിടക്കണേ? നിങ്ങളുടെ ഒന്നും ഞാൻ എടുത്ത് കഴിക്കത്തൊന്നുമില്ല, എനിക്ക് വേണ്ട. കുക്കു അവരുടെ പാർട്സ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ അടുക്കള കാവലിരിക്കുന്നത്. നമുക്ക് പൊത്തു പോയാലോ? ചുമുള്ളം പാം പാം ചിച്ചിക്കുട്ടപ്പാവാ പാം. ആ വെടുക്കൻ. ഓ അയ്യോ ചമ്മിടുവേ. എന്താ കഥ. ഇന്ന് വലിയ പുന്നാരമൊക്കെ പറഞ്ഞ് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇന്നൊരു രസം ഉണ്ടായേ. നമ്മുടെ പൂപ്പിയുടെ ഒരു കൂടപ്പുറപ്പുണ്ട്, ഒരു പൂച്ചയാട്ടോ. അവളെ ഓടിച്ച് നമ്മുടെ ചച്ചുക്കുട്ടി ദേ ഇരിക്കുന്നതുണ്ടോ, ആ തെങ്ങിൻ്റെ മണ്ടയിലോട്ട് കയറ്റി കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരോട് ചേർന്ന് അതിനെ താഴെ ഇറക്കില്ല. അപ്പോൾ എന്നാ ചെയ്യും, ഞാൻ എന്നിട്ട് ഇവനെ പൊക്കി എടുത്തുകൊണ്ട് വന്ന് വീടിനുള്ളിലാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് പൂച്ചേനെ വിളിച്ച പൂച്ച എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇവളെ ഓടിച്ചു വിടുന്നുണ്ട്. എന്നിട്ട് പൂച്ചേനെ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. പൂച്ചയ്ക്ക് നല്ല ഇണക്കമുള്ള കേട്ടോ. തിരിച്ച് വീണ്ടും അവനെ എടുത്തുകൊണ്ട് പോയി ഞാൻ അങ്ങോട്ടേക്ക് പോകുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവനെ പെട്ടെന്ന് ഇറങ്ങിയപ്പം പെരക്കകത്തോട്ട് കയറ്റേണ്ട വന്നില്ലേ. എന്നിട്ട് അവനെ തിരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ആ തെങ്ങിന് ചുറ്റും നടക്കുന്ന നടപ്പാണ് കാണുന്നത്. എല്ലാ മരത്തിൻ്റെയും ചൂട്ടിൽ പോയി നോക്കുവാണേ. അവൻ്റെ കണ്ണിലെ ആ പ്രതീക്ഷ കണ്ടോ, എന്തുമാത്രമാണ്. ഒന്ന് ചാടിക്കിട്ടുമായിരുന്നെങ്കിൽ പിടിച്ച് തിന്നായിരുന്നു എന്നുള്ള രീതിയിൽ അവൻ്റെ നോട്ടം മുഴുവനെ. ഇവർക്ക് ഈ മണം കിട്ടുമല്ലോ. മൊത്തം മരത്തിൻ്റെ മണ്ടയിലോട്ടാണ് നോക്കുന്നത് കേട്ടോ, എവിടെയേലും ഇരിപ്പുണ്ടോന്നേ. അതൊക്കെ നിപ്പോൾ കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പം മരത്തിൻ്റെ മണ്ടയ്ക്ക് ചെല്ലുമെന്ന് തോന്നും. ഭയങ്കര പ്രതീക്ഷയോട് കൂടി കേട്ടോ നോക്കുന്നവനെ. പൂച്ച തൊടുന്നിടത്തെല്ലാം അവൻ മണത്തും നോക്കുന്നുണ്ടേ. കയറ് വേണോ കയറാനായിട്ട്? വേണോടാ ഈ തളപ്പ്? ഇനിയിപ്പോൾ തേങ്ങ ഇടാനും മരത്തെ കയറാനും ഒന്നും ഇനി ആളെ തപ്പണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മണ്ടയിൽ ഒരു പൂച്ചേനെ ഓടിച്ച് കയറ്റിട്ട് ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ ഞാൻ പൂച്ചേനെ ഇറക്കി വിട്ടു, ഒത്തിരി ദിവസം കൂടി ഒന്ന് ഉഷാറായിട്ട് കണ്ടതാട്ടോ. അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അതിനിടയ്ക്ക് നീ അതിനെ പിടിച്ച് തിന്നോടാ, എനിക്കൊന്നും തരാതെന്ന് ചോദിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ചേച്ചിക്കുട്ടിയുടെ നിപ്പം. മൊത്തത്തിലൊന്ന് പരിശോധിച്ചിട്ട് അവളങ്ങ് പോയി. അവൻ്റെ ആ നോട്ടം ആട്ടോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നിയത്. തിരിഞ്ഞ് നോക്കി പോവാട്ടോ. അവന് വലിച്ചിട്ടൊന്നും അവൻ വരത്തില്ല. അവന് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയുള്ള നോട്ടമാണേ. ഇരുന്നും കിടന്നും ഒക്കെ അവൻ നോക്കിയത് കേട്ടോ, ഒത്തിരി നേരം ചെയ്തു. അപ്പോൾ അവിടെ ചുമ്മാ ഒരു കിളുത്ത് വന്നൊരു കാന്താരി കണ്ടപ്പോൾ എനിക്ക് രസം. ഞാനെപ്പോഴും കാണണം കേട്ടോ. അപ്പം ഒന്ന് കാണിച്ചു തന്നെ. നമ്മൾ നട്ടതാണേലും ഒന്നും ഇങ്ങനത്തെ പിടിക്കത്തില്ലല്ലോ. അപ്പം ഉണ്ടോ, പിന്നെ ആ പ്ലാവയിലോട്ട് അവൻ്റെ നോട്ടം മൊത്തം മണ്ടയിലുണ്ടോ എന്നുള്ള രീതിയിലാട്ടോ കേട്ടോ. എങ്ങാനും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ എന്നുള്ളൊരു പ്രതീക്ഷ മൊത്തത്തിൽ. അപ്പം അതിനിടയ്ക്ക് വാഴത്തോട്ടത്തിൽ കൂടെ നമ്മുടെ ചച്ചുക്കുട്ടിയും നമ്മുടെ പൂപ്പിക്കുഞ്ഞൊക്കെ നടപ്പുണ്ട് കേട്ടോ. എന്നാൽ ഇവനാണ്, അപ്പം ഇവനെപ്പോഴും ഞാൻ ലീഷയിലല്ലേ പുറത്ത് വിടുന്നത്. അപ്പം അങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയേക്കാന്നുള്ളൊരു ചെറിയൊരു മടുപ്പൊക്കെ തോന്നിയെന്ന് തോന്നുന്നു കേട്ടോ.
പിന്നെയും കേട്ടോ, പിന്നെ ഇരുന്നും ഒക്കെ ഒത്തിരി നേരം പരിശ്രമിച്ചു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ഒരു കൗതുകമല്ലേ നോർത്തുകൊണ്ട് ഞാൻ ആ താളം ചവിട്ടി നിൽക്കുമായത്. അപ്പം അവളും ചച്ചുക്കുട്ടിയും നമ്മുടെ പൂപ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുന്നുണ്ട്. പക്ഷേ പൂച്ചയെ തൊട്ട് കഴിഞ്ഞാൽ പൂപ്പി ഈ ഓടിച്ച് പാലം കെടുത്തു കേട്ടോ. അവന് ഇവരെ കൈകാര്യം ചെയ്യും, അവൻ്റെ വീട്ടിലുള്ളതല്ലേ. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിച്ചും നടന്നിട്ട് ഞാൻ പിന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോരും കേട്ടോ ചെയ്തത്.